സർജറി കഴിഞ്ഞു. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി പെൺപക്ഷയായിട്ട് നടക്കുകയുള്ളൂ, സർജറി ചെയ്യാനുള്ള ധൈര്യം ജാസ്തിക്ക് ഇല്ലാന്ന് പറയുന്ന ധൈര്യം. പ്രിയപ്പെട്ടവരെ നോക്കൂ, പ്രിയപ്പെട്ടവരെ ഇന്ന് എനിക്ക് റെനൈ മെഡിസിറ്റിയിലേക്ക് വിളിക്കേണ്ടി വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജാസി തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം. അതെന്തുകൊണ്ടാണ്? അവർ പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊരിക്കലും ജാസി ആഷി നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് വൈറലാകാൻ വേണ്ടി തന്നെയാണ്. 4 ആൾ അറിയണം, 10 പേര് അറിയണം. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ആ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ അറിയണം. എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് കണ്ട് രസിക്കാനൊന്നും അല്ല സോഷ്യൽ മീഡിയ കൊണ്ട് വീഡിയോ ഇടുന്നത്. അപ്പൊ 2 വർത്താനം ജാസിയോട് പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നി, അതുകൊണ്ട് പറയാണ്. ഇപ്പോൾ ഗർഭിണിയായി ഞാൻ ഇന്ന് കുഞ്ഞിനെ പ്രസവിക്കും എന്നുള്ള നാടകത്തിന് തിരശീല വീണതിന് ശേഷം അടുത്ത നാടകവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഒരു സ്ത്രീയായി. ആദ്യമേ സ്ത്രീയായി ഗർഭിണിയായി എന്ന് പറഞ്ഞ് കുറെ വെച്ചുകെട്ടും പരിപാടിയും ഛർദിലും വാരിലും ഒക്കെ നമ്മൾ കണ്ടാണ്. അത് നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്ത് മുമ്പ് ഒരു വീഡിയോ ഇട്ടതുമാണ്. ഇപ്പൊ അതിനുശേഷം ഇപ്പം അടുത്ത ഉടായ്പമായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഞാൻ എന്താണ് പരിപൂർണമായിട്ടും സ്ത്രീയായി, എന്റെ മണിനാഥം നിലച്ചിരിക്കുന്നു എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ജാസിയുടെ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഈ മണിനാഥം നിലയ്ക്കാനുള്ള ശസ്ത്രക്രിയ മുമ്പ് ചെയ്തിരുന്നു, 2021 തോന്നുന്നു. പക്ഷെ അവിടെ ഇതേ തുടർന്ന് ഒരു വ്യക്തി മരിച്ചതിനെ തുടർന്ന് അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പം അവിടെ ബോട്ടം സർജറി ചെയ്യുന്നില്ല, അത് ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അവരുടെ ഒരു ഹോസ്പിറ്റലിന് വലിയൊരു അലിഗേഷൻ ആണ്. അപ്പൊ അവിടെ ബാൻ ചെയ്തെടുത്ത് വീണ്ടും ഇതുപോലെ ഒരു ബോട്ടം സർജറി നടത്തിയോ എന്നുള്ള ഒരു കാര്യം ഈ ജാസി വഴി വീണ്ടും വരികയാണ്. അപ്പം ഈ ഹോസ്പിറ്റലിലോട്ട് ഈ ജാസിയുടെ ഈ ഊടായ്പ തരം കാരണം ഹോസ്പിറ്റലിലോട്ട് ഒരാൾക്ക് വിളിച്ച് അന്വേഷിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ടെന്ന്. അപ്പം ആ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. റെനൈ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. എന്റെ പേര് ബൈജു എന്നാണ്. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന ഒരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നേ. ഡീറ്റെയിൽസ്, സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ, ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ്, ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ജാസിയുടെ കുറിച്ചാണ്. ഇനി ജാസി വന്ന് അടുത്ത വീഡിയോ ഇടുന്നത് എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാ കഴിഞ്ഞെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന സർജറിയാ കഴിഞ്ഞെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ഗർഭമാണ് നടക്കുന്നതെന്ന്. ഇതൊക്കെ വേണമെങ്കിൽ ജാസി വന്ന് പറയും. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ഓരോ മൊമെന്റിലും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ അവനെ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അവൻ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസനീയ ഇതില് കുറെ അധികം കമന്റ് വരും. അവരെങ്ങനെയും ജീവിച്ചോട്ടെ, നീ ആരാടി ചോദിക്കാൻ, നിനക്കെന്താ? എന്റെ കമന്റ് ബോക്സിൽ അതുപോലത്തെ കുറെ അധികം കമന്റുകളുണ്ട്. എനിക്കൊരു കുന്തവും കുറച്ചക്രവും ഇല്ല, നിങ്ങൾ എങ്ങനെയും ജീവിച്ചോ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ പന്ന പരിപാടികൾ കാണിക്കുമ്പോൾ, അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഇവരെ പുറകെ നടക്കുന്ന പണിയല്ല നമ്മുടേത്. എനിക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല ജാസിയുടെ ആശയം പുറകെ നടക്കാൻ. പക്ഷെ ഇതുപോലെ അമ്മമാരെ അപമാനിക്കുന്ന തരത്തിൽ, മാതൃത്വ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇതുപോലത്തെ പേക്കൂട്ടുകൾ കാണിക്കുമ്പോൾ നമ്മളെ പോലുള്ളവർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വന്നിരുന്ന ഒരു സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മാതിരി ചോദ്യമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഒരുത്തരും വരണ്ട എന്നർത്ഥം. അപ്പൊ നമുക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ജാസിയെ ഇതുപോലെ കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് പുച്ഛവും വെറുപ്പുമാണ് ഉണ്ടാകുന്നത്. എന്താണ് അവിടെ ശസ്ത്രക്രിയ ചെയ്തത്? ബ്രസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതായത് സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ട് അവിടെ ബ്രസ്റ്റ് പിടിപ്പിക്കുകയാണ്. അത് വേണമെങ്കിൽ ജാസിക്ക് ഇന്നല്ല നാളെ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനൊരു സ്ത്രീയായി മാറി എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അതെന്തിനാണ്? അത്തരത്തിന്റെ ഒന്നുമുള്ള ഒരു പ്രകസനത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കിടന്നുകൊണ്ട് ഇവരി കിടന്ന് വരകുമ്പോഴത്തേക്ക് അതിങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് കാട്ടിക്കൊടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഈ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്ററുകൾക്ക് ഉണ്ട്. അതായത് ഞങ്ങളെ പോലുള്ളവർക്കുണ്ട്. അതിനാണ് ഞങ്ങളെ പോലുള്ളവർ ഒരു മുറിക്കാത്തിരുന്നുകൊണ്ട് ഇതുപോലെ വീഡിയോ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. അല്ലാതെ ജാസി അവിടെ തുണി വെക്കുന്നുണ്ടോ, ഇവിടെ പോകുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ, ഓക്കാനിക്കുന്നുണ്ടോ, എന്ത് തിന്നുന്നു, അത് ചെയ്യുന്നുണ്ടോ, കക്കൂസി പോകുന്നുണ്ടോ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതുപോലത്തെ വൃത്തിയായിട്ട കാര്യങ്ങൾ വന്ന് നടക്കുമ്പോഴാണ് നമ്മളെ പോലുള്ളവർ വന്നിട്ട് ഇതുപോലുള്ളവരെ എടുത്ത് കൊടുക്കുന്നത്. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എനിക്ക് കുറച്ച് റെസ്പെക്ട് തോന്നിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിലൊരാളും രഞ്ജു രഞ്ജിമാർ ഈ ശസ്ത്രക്രിയ ചെയ്തപ്പോൾ അവർ അനുഭവിച്ച വേദനയും ത്യാഗങ്ങളും എന്തുമാത്രമാണെന്ന് നമുക്കൊരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ കുറെ അധികം ഇന്റർവ്യൂയിലൂടെ നമുക്ക് മനസ്സിലാകാനാണ്. അപ്പൊ രഞ്ജു ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടിട്ട് വരാം. ഇത്രയും റിസ്കി ആണ് എന്ന് അറിഞ്ഞിരുന്നിട്ടും ആ ഒരു സർജറി എടുക്കാനായിട്ട് തോന്നിയത് രഞ്ജുമയുടെ തന്നെ ഒരു തീരുമാനമായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു. ഡോക്ടർ എന്നോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചിട്ടില്ല. സർജറി ടേബിളിലേക്ക് ചെല്ലുന്നത് വരെയും എന്താ പറയാ, ഒരു നിസ്സഹാവസ്ഥ എന്നെ വന്ന് മൂടി പെട്ടെന്ന്. എനിക്ക് അനസ്തേഷ്യ തരുന്നതിന് മുമ്പുള്ള ഒരു സീനാണ്. ഡോക്ടർമാർ രഞ്ജു അറിയാം, കണ്ടിട്ടുണ്ട്, അപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് 20%
വിജയസാധ്യതയുള്ള സർജറി എല്ലാം ഓക്കെ ആക്കി വെച്ചു. അനസ്തേഷ്യ തരേണ്ടത് മാത്രമേ അവിടെ എനിക്ക് ഒന്നും പറയാൻ വേണ്ട ഡോക്ടർ, എനിക്ക് സർജറി വേണ്ട, മറ്റേ സർജറി മതി എന്ന് പറയാനുള്ള ഒരു ടൈമില്ല, സമയം. അനസ്തേഷ്യ തന്നു, 14 മണിക്കൂർ നീണ്ടു നിന്ന ലോങ് സർജറി. ബോധം തെളിയുമ്പോൾ ഇതിന്റെ റിസ്കി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകും, ഒന്നെങ്കിൽ ഡെത്ത് സംഭവിക്കും. ഇത് രണ്ടിനിടയിൽ ഉള്ളതാണ് എൻ്റെ ലൈഫ്. ആ ലൈഫ് എനിക്ക് തിരികെ പിടിക്കണം. പക്ഷേ 14 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈ നീര് വന്ന് തളർന്നു പോയി, കൈ പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഹെഡിൻ്റെ ബാക്കിൽ ബ്ലഡ് ക്ലോട്ടായി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അവിടെ നടന്നു. ബ്ലഡ് ക്ലോട്ടായി, റൈറ്റ് ഹാൻഡ് പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ രഞ്ജു തന്നെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കും, ഓക്കെ, യെസ് ഡോക്ടർ, ഞാൻ ഓക്കെയാണ്. ഏതോ ഒരു അബോധാവസ്ഥയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഡോക്ടർ കൈ പൊക്കാൻ നോക്കുന്നു, കൈ പൊക്കാൻ പറ്റുന്നില്ല. ഈ കൈ പൊക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ച ഒരു ചോദ്യം, ഡോക്ടർ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ, ബ്രഷ് പിടിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കൂൾ. പക്ഷേ അത് എന്തോ വിതിൻ സെക്കൻഡുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ ഇത് ഓക്കെ ആയി. ഞാൻ എൻ്റെ ICU കിടക്കുമ്പോൾ 20 അടി നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആഫ്റ്റർ മൈ സർജറി എന്നെ ICU കൊണ്ടുവന്നു. ഞാൻ 20 മീറ്റർ നടക്കണം, ഡോക്ടർ പറഞ്ഞു. ഇതെല്ലാം വെച്ച് കെട്ടി നടക്കണം. നടന്നു ഞാൻ 20 മീറ്റർ. തനിയെ പല്ല് തേച്ച് ഞാൻ ബാത്റൂമിൽ പോയി ഇരുന്നു. എൻ്റെ മലം പോയി. എനിക്കത് അവൾ കഴുകി തരുക. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. ബോഡി മുഴുവൻ ട്യൂബും അതും ഇതൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോഡി പോലെ ഇങ്ങനെ ക്ലോസറ്റിൽ ഇരിക്കുവാണ്. അതവൾ എനിക്ക് കഴുകി തരും. ഇതിനകത്ത് രഞ്ജു ചേച്ചി, ഞാൻ രഞ്ജു ചേച്ചി എന്ന് വിളിക്കുന്നത് അവർക്ക് ഒരു സ്ത്രീ ആകണമെന്ന് അവരുടെ മനസ്സിൽ അത്രയും ആത്മാർത്ഥതയോടെ അവർ പറയുന്നതുകൊണ്ടാണ് ഞാൻ രഞ്ജു ചേച്ചി എന്ന് വിളിക്കുന്നത്. അപ്പം രഞ്ജു ചേച്ചി പറഞ്ഞിട്ട് കേട്ടില്ലേ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ബുദ്ധിമുട്ടാണ്, ഭയങ്കര വേദനയാണ് ഈ ഒരു സർജറി ചെയ്യണമെങ്കിൽ. അത്ര എളുപ്പം ഈസി ഒന്നും അല്ല. ഇതിലെന്താണ് നമ്മുടെ ജാസി കാണിക്കുന്നത്? ഒരു ട്യൂബോ കാര്യങ്ങളോ അതിന്റെ ഇതൊന്നും ഇല്ല. എന്നിട്ട് വെറുതെ പ്രഹസനമാണ് കാണിക്കുന്നത്. രഞ്ജു ചേച്ചി ഇതിനകത്ത് പറയുന്നുണ്ട് ആ ഒരു എന്താണ്, ഞാൻ ചിലപ്പോൾ മരിച്ചു പോകാൻ ചാൻസ് ഉള്ള ഒരു റിസ്കി ആയിട്ടുള്ള ഒരു സർജറിയാണ്, അത്രയധികം വേദനയുള്ള ഒരു സർജറിയാണ്. അതെല്ലാം ഞാൻ എടുത്തത് എന്നിൽ സ്ത്രീ വളരണം, എനിക്കൊരു സ്ത്രീ ആകണം എന്നുള്ള പരിപൂർണമായ എനിക്കൊരു ബോധ്യവും ലക്ഷ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ആ റിസ്ക് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സംതൃപ്തിയാണ്, ഞാൻ പരിപൂർണമായ ഒരു സ്ത്രീയാണെന്ന് അവർ പറയുന്നത് കേട്ടിട്ടില്ലേ, അതിൽ അവരോട് എനിക്ക് ബഹുമാനമുണ്ട്. അല്ലാതെ ഈ ഒരുമാതിരി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ജാസിയെ പോലെ ഉള്ളതിനെ എനിക്ക് ഒട്ടും ബഹുമാനമില്ല. അവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഈ ആശ എന്തിനാണ് ഈ വാഴപ്പിണ്ടി പോലെ ഇവന്റെ കൂടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഇനിയെങ്കിലും ഇത് ജാസി നിർത്തില്ല. ഇനി എനിക്ക് തോന്നുന്നു ഇതോരോ കോൺട്രവേഴ്സി സൃഷ്ടിച്ച് അതായത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നേടി. ഇപ്പം രേണുസുതി ബിഗ് ബോസിൽ കയറിയില്ല, അതുപോലെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയെടുത്ത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് അടുത്ത ഒരു ബിഗ് ബോസിലോട്ട് എൻട്രി സംഘടിപ്പിക്കാനുള്ള തത്രപ്പാടാണെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ജാസിയോട് ഇതിൽ പരം എന്താണ് പറയാനുള്ളത്? പുച്ഛവും, വീണ്ടും പട്ടിപ്പുച്ഛം മാത്രം. നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നതിന് വരെ ചൊല്ലിരിക്കുക. ബൈ.